നമസ്കാരം. ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോൾ സർവേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 7 ഘട്ടം നീണ്ട ഈ തെരഞ്ഞെടുപ്പ് മാമാങ്കം അതിന്റെ സമാപനമാണ് ഇന്ന്. ഇനി 1 മണിക്കൂർ മാത്രമാണ് പോളിംഗ് അവശേഷിക്കുന്നത്. ഏതാണ്ട് 2.5 മാസം നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ഇന്ന് സമാപനമാകുന്നത്. 7ാം ഘട്ടമാണ് അല്പസമയത്തിനകം സമാപിക്കുന്നത്. അതിനുശേഷം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങും. ഞങ്ങളുടെ പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ശൃംഖല, വാർത്താ ചാനൽ, ഞങ്ങളുടെ പരമാവധി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ ആക്യുറേറ്റ് ആയുള്ള സർവേ പ്രേക്ഷകരിലേക്ക് രഞ്ജിത്ത്, ഒരു പക്ഷേ ഏറ്റവും ആധികാരികമായിട്ടും ഏറ്റവും കൃത്യതയോടെയും ഇത്രയും ആളുകളെ നേരിൽ കണ്ടും എടുക്കുന്ന സർവേ ന്യൂസ് 18 മാത്രമായിരിക്കും. ന്യൂസ് 18 പോൾ ഹബ്, മെഗാ എക്സിറ്റ് പോൾ എന്നതിന് പേരിടാനുള്ള കാരണവും അത് തന്നെയാണ്. ഇത് മെഗാ ഇവന്റ് തന്നെയായിരുന്നു ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അതിന്റെ ഫലമാണ് പ്രേക്ഷകരിലേക്ക് എത്താൻ പോകുന്നത്. അതായത് രാജ്യം ഭരിക്കാൻ പോകുന്നത്. വോട്ട് ചെയ്തിറങ്ങിയ വോട്ടർമാരെ ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കൃത്യമായി കണ്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഏതാണ്ട് 95,000-ൽ പരം 1,00,000-ത്തിന് അടുത്ത ആളുകളെ സാമ്പിളുകൾ ശേഖരിച്ച് അവരോട് വീണ്ടും കുറച്ചുകൂടി അത് ക്ലാരിഫൈ ചെയ്യാനായി ടെലിഫോണിൽ സംസാരിച്ച് സർവേ ഫലങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെയുള്ള ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നത്. ചിലയിടങ്ങളിൽ മഴ, ചിലയിടത്ത് കടുത്ത ചൂട്. ആ സമയത്ത് പോലും ഈ ന്യൂസ് 18 പോൾ ഹബിന്റെ ഈ ഇൻവിജിലേറ്റേഴ്സ് അവർ സുത്യർഹമായ സേവനമാണ് ഈ കാലയളവിൽ അനുഷ്ഠിച്ചു വന്നത്. അതിന്റെ ഒരു പ്രതിഫലനമാണ് വരാൻ പോകുന്നത്. കൃത്യം 6:15 ആദ്യ ഡേറ്റ പുറത്തുവിടാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി അതിനുശേഷം നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലേക്ക് ഞങ്ങളെ വളരെ വേഗം 6:30 മുൻപ് തന്നെ നമ്മൾ കേരളത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളത് വളരെ അതിന്റെ ഒരു പ്രക്രിയ ഇതായിരുന്നു. 21 സംസ്ഥാനങ്ങളിലാണ് ഈ എക്സിറ്റ് പോൾ സംഘടിപ്പിച്ചിരുന്നത്. അതിൽ 518 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ചങ്കാണത്. 543-ൽ 518 സീറ്റുകളും അവിടെ കവർ ചെയ്തിരിക്കുകയാണ്. 4 സീറ്റോ അതിൽ കൂടുതലോ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഈ എക്സിറ്റ് പോൾ നടത്തുകയുണ്ടായി. അതായത് ഹിമാചൽ പ്രദേശ് മുതൽ ഉത്തർപ്രദേശ് വരെ ഈ എക്സിറ്റ് പോൾ നടത്തുകയുണ്ടായി. റീച്ചിങ് ഔട്ട് ടു 95,000 വോട്ടേഴ്സ് എന്നുള്ളതാണ്. 93,240 സാമ്പിൾ സർവേകളാണ് ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അത് 95,000-ന് മുകളിലേക്ക് എത്തുകയും ഈ വോട്ടർമാരോട് ഞങ്ങളുടെ പ്രത്യേകം തയ്യാറാക്കിയ വിദഗ്ധ സംഘം, അതായത് തെരഞ്ഞെടുപ്പ് വിദഗ്ധരാൽ പരിശീലിപ്പിക്കപ്പെട്ട വിദഗ്ധ സംഘം എത്തി ഈ വോട്ടർമാരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയുമായി. അത് ശാസ്ത്രീയമായ ആ നടപടിക്രമങ്ങളിലൂടെ തന്നെയാണ് പോയത്. അതൊരു റാൻഡം സാമ്പിളിംഗ് തന്നെയായിരുന്നു. അത് ഈ മെത്തഡോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റാൻഡം സാമ്പിളിംഗ്. ആ രീതിയിൽ തന്നെയാണ് ഈ എക്സിറ്റ് പോളും സംഘടിപ്പിച്ചത്. അതായത് 95,000-ഓളം സാമ്പിളുകളിൽ നിന്നാണ് ഈ ഫലം പുറത്തു വരാൻ പോകുന്നത്. അത് ഈ അടുത്ത ജൂൺ 4-ന് യഥാർത്ഥ ഫലം വരുന്നതിന് മുൻപ് എന്താണ് രാജ്യം ചിന്തിക്കുന്നത് എന്നതിന്റെ ഒരു ഏകദേശ രൂപം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചില എക്സിറ്റ് പോളുകൾ നേരത്തെ പരാജയപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പലതും വിജയിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം എക്സിറ്റ് പോളുകളുടെ പാരമ്പര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 2014-ലും 2019-ലും കൃത്യമായ ഡേറ്റ പ്രേക്ഷകരിൽ എത്തിക്കാൻ എക്സിറ്റ് പോൾ വഴി ന്യൂസ് 18 കഴിഞ്ഞിരുന്നു. ആ ഒരു പാരമ്പര്യം തുടരുകയാണ് 2024-ലും എന്ന് തന്നെ കരുതേണ്ടി വരും. സ്റ്റോറിംഗ് എക്സിറ്റ് പോൾ ഡേറ്റ അതായത് പോൾ ഹബിലാണ്. പോൾ ഹബിന്റെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു എക്സിറ്റ് പോൾ ഡേറ്റയുടെ കളക്ഷനും സ്റ്റോറിംഗും നടന്നത്. അതാണ് ഇന്ന് പുറത്തുവിടാൻ പോകുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 1 മണിക്കൂർ സമയം മാത്രം. 7ാം വട്ട പോളിംഗ് അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം 6 മണിയോടുകൂടി ഇത് പൂർണ്ണമാകും. പക്ഷേ ബൂത്തുകളിലൊക്കെ ഒരു പക്ഷേ വോട്ടർമാർ നിര കാണും. 6:15 വളരെ കൃത്യമായി തന്നെ ഈ ഫലപ്രവചനം ന്യൂസ് 18 ഭാഗത്തു നിന്ന് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഒട്ടാകെയുള്ള വളരെ കൃത്യമായ മണ്ഡലങ്ങളിലെത്തി വളരെ കൃത്യമായ ഫലപ്രവചനം ഞങ്ങൾ പ്രേക്ഷകർക്കായി എടുത്തതിനു ശേഷം അതിന്റെ വിശ്വസനീയത ഒരു വട്ടം കൂടി പരീക്ഷിക്കുക കൂടി 20% ആളുകളുമായി ഫോണിൽ ബന്ധപ്പെട്ട് അവരെ ആ ഒരു ആധികാരികത ഒരിക്കൽ കൂടി പരിശോധിച്ച് അത്രത്തോളം വളരെ ആക്യുറേറ്റ് ആയാണ് പ്രേക്ഷകർക്ക്. അതായത് ബൂത്തിൽ നിന്ന് കണ്ട ആളുകളെ ഒരിക്കൽ കൂടി ഫോണിൽ വിളിച്ച് ഇത് കൺഫേം ചെയ്തതിനു ശേഷം കൂടിയാണ്. അതായത് ക്രോസ് ചെക്കിംഗ് ഈച്ച് ഫിഗർ എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. ആ രീതിയിൽ തന്നെയാണ് ഈ എക്സിറ്റ് പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യ 6 ഫേസുകളിൽ ഇവരെ ആ വോട്ട് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ദിവസമാണ് പോയി കണ്ടത്. അത് ഒരു വീട്ടിൽ ഒരാൾ എന്ന രീതിയിലാണ് കണ്ടത്. പക്ഷേ ഏറ്റവും അവസാന ഘട്ടമായി ഇന്ന് പോളിംഗ് ബൂത്തിൽ നേരിട്ട് പോയി ഈ ഡേറ്റ കളക്ട് ചെയ്യുകയും ചെയ്തു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത്. ആൾക്കൂട്ടമായി ഉള്ളവരെ അല്ല, ഈ കൂട്ടമായി പോളിംഗ് ബൂത്തിൽ ഇറങ്ങി വരുന്നവരോ അല്ലെങ്കിൽ ആൾക്കൂട്ടമായി നിൽക്കുന്നവരെയോ കാണാതെ ഓരോരുത്തരെയും വോട്ടർമാരെ ഇൻഡിവിജ്വലായി നേരിട്ട് കണ്ട് ഞങ്ങൾ തയ്യാറാക്കിയ സർവേ ഫലമാണ് അല്പസമയത്തിനകം പ്രേക്ഷകർ. ഓരോ ലോക്സഭ
ലോക്സഭാ മണ്ഡലത്തിലും നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുത്തതിലും ഈ ഒരു റാൻഡം രീതി ഉണ്ടായിരുന്നു. അതായത് റെഡി വിത്ത് ദ ഫൈനൽ നമ്പേഴ്സ്, ഇനി ഒറ്റ മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ന്യൂസ് 18 പോൾ ഹബ് മെഗാ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാൻ പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി. ഇനി വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ഈ എക്സിറ്റ് പോളിന്റെ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്. ഇപ്പോൾ രഞ്ജിത്ത്, ഏറെ ചർച്ച നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട സമയത്ത് ഇതൊരു ഈസി വോക്ക് ഓവർ ആയിരിക്കും. ഏകദേശം 3-4 ഘട്ടം വരെ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീടാണ് ഇതിന്റെ ഒരു പോൾ സിനാറിയോ തന്നെ മാറ്റി മറിക്കുന്ന രീതിയിലുള്ള പോൾ അജണ്ടകൾ വന്നത്. അതിനുശേഷം ഒരു അവസാന ഘട്ടമായപ്പോഴേക്കും വീണ്ടും BJP മുന്നോട്ട് വരുന്നു എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു. അവിടെ വീണ്ടും ഇന്ത്യ സഖ്യം ബാക്ക് ഫുട്ടിലായി പോയോ എന്ന്. ഇനിയിപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അറിയാം എന്താണ് ഇല്ലേ ഒരു ചിന്ത ഏത് രീതിയിലായിരുന്നു. 2 ദിവസമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ കന്യാകുമാരിയിൽ ധ്യാനത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ സംസ്ഥാനം തൊട്ടു തിരുവനന്തപുരത്തെത്തി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണാസിയിലും ഇന്നായിരുന്നു. 5 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം കൂടിയാണ്. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് നമ്മുടെ കൂടെയുണ്ട് അല്ലെ? മോഹൻ വർഗീസ് ചേർന്നിട്ടുണ്ട്. ഒപ്പം BJPയുടെയും കോൺഗ്രസ് ആദ്യം ഇത്തവണ അല്ലെ ആരെയും പോളുകളുമായി നിസ്സഹകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. സംസ്ഥാന കോൺഗ്രസിലും അങ്ങനെയായിരുന്നു. ഈ അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ ഇനിയിപ്പോൾ അവരുടെ നിലപാട് മാറിയിട്ടുണ്ടോ? ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളോട് സഹകരിക്കുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ട എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ പോലും ഇത്തരത്തിലുള്ള കോൺഗ്രസ് നിലപാടിനെതിരെയുള്ള എതിർപ്പുകൾ കാര്യമായുണ്ട്. കാരണം കോൺഗ്രസ് പറയുന്നത് വോട്ട് പെട്ടിയിലായി കഴിഞ്ഞു, 4-ാം തീയതി ഫലം വരും, അതിനിടയ്ക്കുള്ള ചർച്ചകൾക്ക് എന്ത് പ്രസക്തി? അതൊരു ബാലിശമായ ചോദ്യമാണ്. BJP ആയുധമാക്കുന്നുണ്ട്. അമിത്ഷാ തന്നെ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അതായത് എന്തിനാണ് കോൺഗ്രസ് ഒളിച്ചോടുന്നത്? അവർക്ക് നേരെ വന്ന അഭിപ്രായം തോറ്റു കഴിഞ്ഞു എന്നാണ് ആ രീതിയിൽ പ്രതീതി ഉണ്ടാക്കാനായിട്ട് BJP കഴിയുന്നുണ്ട്. കോൺഗ്രസ് ഇങ്ങനെ എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന തീരുമാനമെടുത്തതിനോട്. പക്ഷേ CPM കേരളത്തിൽ അങ്ങനെയല്ല. CPM ആളുകളെ എക്സിറ്റ് പോൾ ഫലങ്ങളുമായിട്ട് പ്രതികരിക്കുന്നതിന് വേണ്ടി ആളുകളെ വിടാം, നേതാക്കളെ വിടാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. BJP സ്വാഭാവികമായിട്ടും അവർക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളോട് പ്രതികരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. കാരണം ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് വീണ്ടും എന്ന ഒരു അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് NDA മുന്നണി ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ചില ആശങ്കകൾ അവർക്കുണ്ട് എന്ന കാര്യത്തിലും സംശയപ്പെടേണ്ട കാര്യമില്ല. നമ്മളോടൊപ്പം